സൂപ്പർ പവർ എന്ന അഹങ്കാരത്തിന് മേൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം. വൈറ്റ് ഹൗസിന്റെ അധികാര കസേരയിലിരുന്ന് ഇനിയൊരു യുദ്ധത്തിനില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ആയുധമില്ല, പോരാടാൻ സൈന്യമില്ല. ഒടുവിൽ ഇറാന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ലോക പോലീസായിട്ടുള്ള അമേരിക്ക ദയനീയമായിട്ട് മുട്ടുമടക്കി കഴിഞ്ഞു. ഇറാന്റെ മണ്ണിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്താൻ പദ്ധതിയിട്ട വാഷിംഗ്ടൺ ഒടുവിൽ ജീവനും കൊണ്ട് ചർച്ചാ മേശയിലേക്ക് ഓടിയൊളിച്ച നാണം കെട്ട കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയുടെ പതനം പൂർത്തിയായി കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തങ്ങളുടെ പക്കൽ ആയുധങ്ങൾ തീർന്നു പോയി എന്ന അതീവ രഹസ്യമായിട്ടുള്ള മിലിറ്ററി റിപ്പോർട്ടുകൾ ചോർന്നതോടെ വൈറ്റ് ഹൗസ് അക്ഷരാർത്ഥത്തിൽ അലറുകയാണ്. ഈ ഒരു നാണക്കേട് മറച്ചുവെക്കാൻ വാർത്ത ചോർത്തിയവരെ വേട്ടയാടി പിടിച്ച് ജയിലിലിടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ലോകം മുഴുവൻ ആ ഒരു ചതി മനസ്സിലാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള താഡ് മിസൈലുകളുടെ 80% ഇറാൻ വെണ്ണീറാക്കി കഴിഞ്ഞു എന്ന സത്യം പെന്റഗണിനെ പോലും ഭയപ്പെടുത്തുകയാണ്. ഇറാനെ തൊട്ടാൽ കളി മാറുമെന്ന് ട്രംപിന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. ആളുകളെ കൊല്ലുന്നതിനേക്കാൾ തനിക്ക് താല്പര്യം ഇറാന്റെ കരാറുകളാണ് എന്ന് ട്രംപ് ഇന്ന് മാറ്റി പറയുന്നത് സമാധാനം ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് ഇറാന്റെ കരുത്തിന് മുന്നിൽ പ്രതിരോധിക്കാൻ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ്. ഈ യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക പരാജയത്തിന്റെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെയും പതനം കൂടിയാണിത്. എന്താണ് ഇത് യഥാർത്ഥത്തിൽ പെന്റഗണിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിപ്പിച്ചത്? ഇറാൻ എന്തൊക്കെ ചെയ്തു? വൻകിട അമേരിക്കൻ മാധ്യമങ്ങളായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റും CNN-ഉം പുറത്തുവിട്ട ഒരു രഹസ്യ രേഖകൾ അമേരിക്കയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. ഇറാന്റെ നിരന്തരമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങളുടെ പക്കലുള്ള വൻകിട പ്രതിരോധ മിസൈലുകൾ മുഴുവൻ യുഎസിന് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒടുവിൽ കൈവശമുള്ള ആയുധങ്ങളുടെ സ്റ്റോക്ക് തീർന്നു എന്ന് സൈന്യം ഔദ്യോഗികമായിട്ട് ട്രംപിനെ അറിയിക്കുകയായിരുന്നു. ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞതോടെ ട്രംപ് നിയന്ത്രണം വിട്ടു. തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ സകല നിയന്ത്രണങ്ങളും ലംഘിച്ചാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അമേരിക്കയിൽ ആയുധക്ഷാമമില്ല എന്നും വാർത്തകൾ വ്യാജമാണെന്നും അത് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഉള്ളിൽ US ഭരണകൂടം കടുത്ത ഭീതിയിലാണ്. വാർത്ത ചോർത്തിയവരെ വെറുതെ വിടില്ല എന്നാണ് ട്രംപിന്റെ ആക്രോശം. ഇത് വെറും ഒരു വിവര ചോർച്ചയല്ല, രാജ്യദ്രോഹമാണ് എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വേട്ടയാടി പിടിച്ച് ദീർഘകാലത്തേക്ക് ഇരുമ്പഴിക്കുള്ളിലാക്കാൻ CIA-ക്കും FBI-ക്കും വൈറ്റ് ഹൗസ് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. പക്ഷേ ഇതുകൊണ്ടൊന്നും തങ്ങൾ നാണം കെട്ട വാർത്ത മറയ്ക്കാൻ ട്രംപിന് സാധിക്കുന്നില്ല. ഈ ഒരു ആയുധക്ഷാമത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ ഇറാൻ തങ്ങളുടെ നിലപാടുകൾ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത രീതിയിലേക്ക് മാറ്റി. അമേരിക്കയ്ക്ക് ഇനി തങ്ങളെ നേരിടാൻ കെൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ഇറാൻ ചർച്ചകളിൽ കടുത്ത നിബന്ധനകളാണ് മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയെ പൂർണ്ണമായിട്ടും മുട്ടുകുത്തിക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് ടെഹ്റാൻ ഇതിനെ കാണുന്നത്. ക്യാമ്പ് ഡേവിഡിൽ നടന്ന അതീവ രഹസ്യമായിട്ടുള്ള ക്യാബിനറ്റ് യോഗത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായിട്ട് ട്രംപ് കടുത്ത തർക്കത്തിൽ ഏർപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ മേൽ നടത്താനിരുന്ന വലിയ ആക്രമണങ്ങൾ പെട്ടെന്ന് റദ്ദാക്കേണ്ടി വന്നതിന്റെ ദേഷ്യം മുഴുവൻ ട്രംപ് തീർത്തത് സ്വന്തം സൈനിക മേധാവികൾക്ക് മേലായിരുന്നു. എന്നാൽ ഇറാൻ അവിടെയും നിർത്തുന്നില്ല. അമേരിക്ക വീണ്ടും ഒരു സൈനിക നീക്കത്തിന് മുതിർന്നാൽ ഗൾഫ് മേഖലയിലെ മുഴുവൻ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തെറിയുമെന്നാണ് ഇറാന്റെ നേരിട്ടുള്ള ഭീഷണി. ഗൾഫിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഇറാന്റെ മിസൈൽ പരിധിയിലാണുള്ളത്. ഇത് തകർന്നാൽ ലോകം മുഴുവൻ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാകും. ഇതിനെല്ലാം പുറമെയാണ് കടലിലെ US-ന്റെ വഴി അടയ്ക്കാൻ ഇറാൻ പുതിയ തന്ത്രം മെനയുന്നത്. ഒമാനുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒമാനുമായി ചേർന്ന് ഇറാൻ തയ്യാറാക്കിയ ഹോർമുസ് ഗതാഗത ക്രമീകരണ കരാർ ഇപ്പോൾ ഇറാന്റെ പാർലമെന്റിലാണ്. ആഗോള എണ്ണ കപ്പലുകളുടെ പ്രധാന പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ഈ പുതിയ ബില്ലുകളിലൂടെ അമേരിക്ക, ഇസ്രയേൽ തുടങ്ങിയ ശത്രു രാജ്യങ്ങളുടെ ഒരൊറ്റ കപ്പൽ പോലും ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. നിയമം ലംഘിച്ച് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളിൽ നിന്ന് 20% കനത്ത പിഴ ഈടാക്കാനും ഇറാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുന്നതാണ് ഈ ഒരു കരട് ബിൽ എന്ന് പറയുന്നത്. ഇതോടെ US നാവികസേന പൂർണ്ണമായി മേഖലയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്.
പോരാടാൻ കപ്പലുകളോ പ്രതിരോധിക്കാൻ ആവശ്യത്തിന് മിസൈലുകളോ ഇല്ലാതെ അമേരിക്കൻ സൈനികർ ഗൾഫ് തീരങ്ങളിൽ നിസ്സഹരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഒമാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ രംഗത്തുണ്ട് എങ്കിലും ചർച്ചകളുടെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ കൈകളിലാണ്. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച അമേരിക്കൻ ആണവ കരാറുകൾ ഒപ്പിടാൻ ഇന്ന് ട്രംപിന് ഇറാന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ലോക പോലീസ് പട്ടം എല്ലാം പോയി. ഇനി ട്രംപിന് യാതൊരു ഇതുമില്ല. ഈ നിക്കക്കള്ളി ഇല്ലാതെ ട്രംപ് നെട്ടോട്ടം ഓടുകയാണ്. അമേരിക്ക തങ്ങളുടെ വൻകിട ആയുധ ഫാക്ടറികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുറക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ വേഗതയ്ക്ക് മുന്നിൽ അതൊന്നും എത്താറായില്ല. ആളഭയമില്ലാതെ പ്രശ്നം പരിഹരിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് ട്രംപ് പറയുന്നത് കേൾക്കാൻ നല്ലതാണെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇറാന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ അമേരിക്ക പൂർണ്ണമായിട്ടും തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. ലോകത്തിന് മേലുള്ള അമേരിക്കയുടെ ആധിപത്യം അന്ത്യം കുറിക്കുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു മഹാസാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിന് മേൽ കാലം കാത്തുവെച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നുകൂടി പറയേണ്ടി വരും. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നും യുദ്ധം ഉടൻ അവസാനിക്കണമെന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴും ലോകത്തിനു മുന്നിൽ സത്യം കൃത്യമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. ആയുധബലം കൊണ്ടും സൈനിക മേധാവിത്വം കൊണ്ടും മാത്രം ഇനി രാജ്യത്തെ ഭയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ലോകത്തിന്റെ കിരീടമില്ലാത്ത രാജാവെന്ന യുഎസിന്റെ പദവിക്കാണ് ടെഹ്റാന്റെ മണ്ണിൽ ഇതോടെ അന്ത്യം കുറിക്കപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഇറാൻ പുതിയ ചരിത്രം എഴുതുമ്പോൾ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ് റൂമുകളിൽ വരാനിരിക്കുന്ന വലിയൊരു തകർച്ചയുടെ ഭീതി പുകയുകയാണ്. സ്വന്തം പിഴവുകൾ മറച്ചുവെക്കാൻ വാർത്ത ചോർത്തിയവരെ ജയിലിലടയ്ക്കാൻ ട്രംപ് ഉത്തരവിടുമായിരിക്കും. പക്ഷെ നഷ്ടപ്പെട്ടു പോയ അമേരിക്കയുടെ ആഗോള സ്വാധീനവും സൈനിക പ്രതിച്ഛായവും അത്ര പെട്ടെന്നൊന്നും തിരിച്ചു പിടിക്കാൻ ട്രംപിനോ പെന്റഗണിനോ കഴിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സൂപ്പർ പവറുകളുടെ യുദ്ധത്തിൽ ആയുധശാലകൾ ശൂന്യമാകുന്നത് വെറും ഒരു സൈനിക പരാജയമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ്. ഇറാന്റെ അത്യാധുനിക പ്രതിരോധ തന്ത്രങ്ങൾക്ക് മുന്നിൽ US സൈന്യത്തിന്റെ പിൻവാങ്ങൽ ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. നയതന്ത്ര കരാറുകളുടെ പേരിൽ അമേരിക്ക ഇന്ന് നടത്തുന്ന ഓരോ നീക്കവും അവരുടെ നിസ്സഹായതയുടെയും തോൽവിയുടെയും അടയാളമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതിൽ യാതൊരു സംശയമില്ല. യുദ്ധത്തിൽ വൻ പരാജയത്തോടെ ട്രംപ് പിന്മാറുമ്പോൾ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: ഇറാനെ ഒരിക്കലും വെനസ്വലെ പോലെ കാണാൻ കഴിയില്ല. ഇറാന്റെ പ്രതിരോധവും ധൈര്യവും അവരുടെ ഒത്തൊരുമയും അവരുടെ ആർജവും എല്ലാം ആ രാജ്യത്തിന് അവർ സമർപ്പിക്കുമ്പോൾ അതിനു മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കാനല്ലാതെ വേറെ വഴിയുമില്ല.